രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ അതെ, പല ആളുകൾക്ക് അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എല്ലാം കൊടുന്ന് വിളമ്പുന്നത് കൊണ്ട് ആ പല ആളുകൾ മാറ്റിവെച്ച ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. ആരോ ആ പല സാധാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇത് കണ്ട് മടുത്ത് വെറുത്തിട്ട് നെറ്റ്വർക്ക് ഇല്ലാത്ത ഏതെങ്കിലും നാട്ടിൽ ഒളിച്ചോടിപ്പോയ ആളുകൾ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. രേണുസുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന രീതിയിൽ ഇപ്പൊ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം അതിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ആ ശബ്ദ സന്ദേശത്തിൽ എവിടെയും അവരൊരു തെളിവായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നത് നമ്മളൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഷെഫീന ബീവിയുടെ ചാനലിലൂടെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു സ്ത്രീ അതുലിനെ കൊടുക്കാനാണോ അല്ലെങ്കിൽ രേണുസുനെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യിച്ചതാണോ എന്നറിയില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭാഷണം, എല്ലാത്തിലും തെളിവില്ല എന്നുള്ളതാണ്. ആദ്യം ആ ഒരു ചെറിയ ഒരു പോർഷൻ മാത്രം ഒന്ന് കേൾപ്പിക്കാം. അവിടെ അന്വേഷിച്ചാലും പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നേ. മറ്റേ അബ്ദുൽ ബ്ലോക്സ് ഇല്ലേ, അവന് അറിഞ്ഞത് ഞാൻ നേരത്തൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തുതരാം. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നാണ് ദുബായിൽ വെച്ച് ഈ സംഭവം. അവക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. ഓക്കെ, ഒരാഴ്ച മുമ്പ് തന്നെ അതുലിന് ഈ കാര്യം അറിയാമെന്ന് അതുൽ പറയുന്നുണ്ട്. ആരോ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. എനിക്കങ്ങനെ പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട്. എന്നാൽ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമാണ് ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഇപ്പൊ ഷെഫീന ബീവിയുടെ ചാനൽ വഴി തന്നെ അവർ പുറത്തുവിട്ട ഒരു സെക്സ് റാക്കറ്റിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഉണ്ടാവും. അല്ല, പലയിടങ്ങളിൽ നടന്ന് കല്യാണം കഴിക്കലും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു വീഡിയോ ഇല്ലേ, ആ പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കെസറ്റ് എന്ന ചാനൽ വഴി തന്നെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ അയച്ചത്. ഞാൻ നിങ്ങൾ എന്താണ് വിഷയം എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് എന്നെ മനഃപൂർവ്വം എന്റെ കെസറ്റ് പണത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അതെല്ലാം കൃത്യമായിട്ട് അവിടെ സേവ് ചെയ്ത് വെച്ചു. എന്നാൽ ആ സംസാരം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഷെഫീന ബീബി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആ ഒരു പയ്യനുമായിട്ടുള്ള ഒരു ധാരണ കിട്ടി. അത് കഴിഞ്ഞ് ഡേവ് ഡീകോഡിൽ ആ വീഡിയോ വന്നു. അപ്പൊ പല ആളുകൾ ആ വീഡിയോ ചെയ്തു. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടേ പല വീഡിയോസ് ചെയ്യാറുള്ളൂ. ഈ വിഷയത്തിൽ അതുൽ വ്ളോഗിനെ അല്ലെങ്കിൽ ഷെഫീന ബീബിയൊക്കെ കോൺടാക്ട് ചെയ്ത വ്യക്തിയുടെ ലക്ഷ്യം ഒരു പക്ഷേ രേണുസുതി തന്നെ മറ്റുള്ള ആളുകളെ വിട്ട് ചെയ്യിച്ചാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ വീഡിയോ ചെയ്യുന്നത് നിർത്തിക്കോളും, അവസാനം അതിൽ നിന്ന് ഊരി പോരാം എന്നുള്ള ധാരണയിലാകാം അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ മനഃപൂർവ്വം രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു എന്ന പേരും പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുപ്പിക്കാനുള്ള ഒരു സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാകാം ഒരു പക്ഷെ ആ ഒരു സ്ത്രീ, പേരില്ലാത്ത നാടറിയാത്ത ഒരു സ്ത്രീ ഇവർക്കൊക്കെ ശബ്ദ സന്ദേശം അയച്ചിട്ടുള്ളത്. പക്ഷെ ഷെഫീന ബീവി അവർ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ കൃത്യമായിട്ട് അവർ നോട്ട് ചെയ്യുകയും അത് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയും ഓരോ മെസ്സേജിനുള്ള മറുപടിയുടെ സമയം ഇത്ര ദൈർഘ്യത്തിലാണ് അവർ സംസാരിച്ചെന്ന് വ്യക്തമായിട്ട് പൊളിക്കുകയും അതൊന്നും കൂടാതെ അവർ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും പൊളിച്ചടക്കുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്ന് പരിശോധനയ്ക്ക് അയച്ച് നാളെ തന്നെ അറിയാൻ കഴിയുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഫസ്റ്റ് സ്റ്റേജ് ആണോ സെക്കൻഡ് സ്റ്റേജ് ആണോ എന്ന് ഒറ്റയടിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് ഒരു പിടുത്തൂല്ല. അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഇന്ത്യയിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയ പ്രൊസീജിയർ ചെയ്തു തീർക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പ് അതുള്ളോഗിന് ഈ വിഷയം അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ. അങ്ങനെയെങ്കിൽ രേണുസുതിക്ക് ഈ ക്യാൻസർ ആണെന്ന് തന്നെ കൂട്ടുക ആവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അവർ ഇങ്ങനെ ഒരു അസുഖം വെച്ചുകൊണ്ട് ഈ പേയ്ക്കൂത്ത് കാട്ടി നടക്കും. എന്തൊക്കെയാണ് പേയ്ക്കൂത്ത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സബ്സ്ക്രിപ്ഷൻ വഴി കാണിക്കുന്ന ഊളത്തരങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരിട്ടൊരു ലൈവില് ഒരു കാര്യമില്ലാതെ വയറൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമൊക്കെ ഞാൻ കണ്ടു എന്നുള്ളതാണ്. അതിനിടയിൽ ബ്രായ് ഒന്ന് കാണിച്ചു തരുമോ, അത് കാണിക്കുമോ, ഇത് കാണിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടാന്നുള്ളതാണ്. അങ്ങനെ അസുഖമുള്ള ഒരാൾ ഒരിക്കലും ഈ ഒരു സമയത്ത്, അത് രേണസുനയുടെ അവസ്ഥ നമുക്ക് അറിയുന്നതല്ലേ, രേണുസുതിക്ക് ചെറിയ ഒരു കാര്യം മതി അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ അറിയാന്നുള്ളതാണ്. എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ വീഡിയോ ഒരു ഇപ്പൊ ഇതിനോടൊപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഷെഫീന ബീവി കൊടുക്കാൻ വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ രേണസുനെ തന്നെ അറിഞ്ഞുകൊണ്ട് അവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകം.
നമ്മളിപ്പോ ഒരാൾക്ക് ഇന്ന അസുഖമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ വേട്ടയാടില്ല, അല്ലെ? അവരെ ചേർത്ത് വെക്കും. മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും, സഹജീവികളോട് സ്നേഹം വേണം. കോപ്രായത്തരങ്ങൾ കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു വെറുപ്പുള്ളൂ, പിന്നെ അലമ്പത്തരം കാണിക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാറുള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്ക് ആരോടും ഒരു വെറുപ്പില്ല. നമ്മളെല്ലാവരും ഈ ഭൂമിക്കകത്ത് ജീവിക്കുന്ന ഒരു കടുകുമണിയോളം വലുപ്പമുള്ള മനുഷ്യന്മാരാണ് എന്നുള്ളതാണ്. ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അസുഖമുള്ള ഒരാൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ല ഇനി ഞാൻ കാണിച്ചു തരാം. ഒന്ന് കണ്ടോക്കി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരാണ് ഇതിനകത്തുള്ളത്. എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ലാത്ത. എന്നെ ഇഷ്ടമുള്ള ആളുകളൊന്നും ഇഷ്ടമാണെന്ന് പറയാനാണ് ലൈവിൽ പറയുന്നത്. അതിപ്പോ ചോദിക്കാം, നല്ല വാക്കുകളാണ് അതൊക്കെ, അല്ലെ? നല്ല അടിപൊളി വാക്കുകളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വാക്കുകൾ കൂടി നിങ്ങൾ കാണണം. എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ്? എന്റെ സർക്കിളുള്ളവർക്ക് ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എന്റെ സർക്കിൾ ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇത് ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. അത് മാസ്റ്റർ മൈൻഡ് മനു എടുത്തിട്ട് കൊണ്ടുവരും എന്നുള്ള ധാരണയാണ്. പക്ഷെ എന്നെ ഇഷ്ടമുള്ള ആളുകൾ ലൈക്ക് അടിക്കും എന്ന് പറയുമ്പോൾ എന്തിനീ വയറൂരി കാണിക്കുന്നത്, സോറി വയറ് പൊക്കി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ. അപ്പോ അവർക്കൊരു അസുഖവും ഇല്ല. ഇനി അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് വീണടം വിഷുലോകം എന്ന് പറയുന്ന രീതിയിൽ അവർ ഉപയോഗിക്കും. കൊല്ലസുതി മരിച്ചപ്പോൾ അത് എത്രത്തോളം എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അവർ കൃത്യമായി PhD പോലും എടുത്ത വ്യക്തിയാന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു, മുന്നോട്ട് പോകുന്നത് അതിശക്തമായിട്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ പറ്റിക്കപ്പെട്ടത് ആരാണ്? ഒരു പക്ഷെ അതുലാകാം. ഷെഫീന ബീബി ഒരിക്കലും പറ്റിക്കപ്പെടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എത്ര ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണെങ്കിലും എത്ര ഉയരമുള്ള മരത്തിന്റെ മുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലും പൂച്ച വീഴുന്നത് 4 കാലിലായിരിക്കും. കൃത്യമായി തെളിവില്ലാതെ ഒരു കാരണവശാലും അവരൊരു വീഡിയോ ചെയ്യില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരുടെ വീഡിയോ ഞാൻ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, അവരെ ഇതിൽ പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് പൊളിച്ചെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞത്. പല ആളുകളും വിശ്വസിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോ രാജു ടോക്കൊക്കെ പറയുന്നത് ഈ സ്ത്രീയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത് നുണയല്ല എന്നുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കൃത്യമായിട്ട് അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി കാണുമല്ലോ. ഇപ്പൊ ഇന്നലെ അവരിട്ട ലൈവിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ മനു വായിക്കുന്നുണ്ട്, ഒന്ന് കേട്ടോക്കെ. എനിക്ക് ചേച്ചീനെ ആണ് ഇഷ്ടം. ബ്രാ കാട്ടുമോ? ചേച്ചിയോട് ഒരുത്തൻ ചോദിച്ച ചോദ്യമാ, നട്ടലുള്ളവൻ ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള രേണുസുതി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. ഹിപ്പ് 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 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനല്ലേ ഹിപ്പ് എന്ന് പറയുന്നത്? ഓക്കെ, ചേച്ചിയുടെ ഹിപ്പ് കാണീര്. ചേച്ചി എനിക്ക് മൂഡായി. നട്ടലുള്ള രേണുവിനോട് നട്ടലുള്ള ഒരുത്തൻ ചോദിച്ചതാ, ബ്രാ കാട്ടുമോ? ഇതാണ് അവസ്ഥ എന്നുള്ളതാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? രേണുസുതി കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നാളെ തരും, ഉറപ്പായിട്ടും തരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുൾപ്പെടെ ഒരുപാട് യൂട്യൂബർമാർ ഈ വിഷയം എടുത്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതായിട്ട് വരും. എനിക്ക് ക്യാൻസർ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നതെങ്കിൽ ആ നാടകത്തിന് ഒരു തിരശീല വീഴാണ്, പുതിയൊരു നാടകം തുടങ്ങുന്നു എന്നാണ് അർത്ഥം. എനിക്ക് അങ്ങനെ ക്യാൻസറും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ആ വിഷയം അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ ആ ഒരു സ്ത്രീയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ആ ശബ്ദത്തിന്റെ ഉടമയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം സ്ഥിരീകരിക്കുക? അപ്പൊ അവിടെ കൃത്യമായിട്ട് അതുലിന്റെ ഭാഗത്ത് ഒരു മണ്ടത്തരം പറ്റി എന്നുള്ളതാണ്, എടുത്ത് ചാടി ചെയ്തതുകൊണ്ടാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ കൃത്യമായിട്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചൊരു സംഭവം എന്റെ കയ്യിലുണ്ട്. ഞാനത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ പല ആളുകളും കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷെഫീന ബീവിയുടെ ചാനൽ വഴി അയാളുടെ കറക്റ്റ് കള്ളത്തരം പുറത്തു വന്നു എന്നുള്ളതാണ്. പിന്നെ ആളെ കണ്ടിട്ടില്ല കേട്ടോ, എന്താ ബ്രോ അത് ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ഫ്രോഡന്മാര് അല്ലെങ്കിൽ ഒരുപാട് ഫ്രോഡുകൾ ഈ സോഷ്യൽ മീഡിയയുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പല ആളുകളും ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ആളുകൾ. അതേപോലെ ആറാട്ടെണ്ണം തന്നെ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ട് തോന്നുന്നു, എനിക്ക് ക്യാൻസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷെ നുണയായിരിക്കാം, ഒരു പക്ഷെ സത്യമായിരിക്കാം. പക്ഷെ പലപ്പോഴും ആളുകൾ സ്വന്തം സെൽഫ് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് നുണകൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ആർക്കും അസുഖങ്ങളൊന്നും വരരുത് എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും അങ്ങനെയുള്ള അസുഖങ്ങൾ വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോവില്ല. അങ്ങനെ പിന്നോട്ട് പോയാൽ നമ്മളൊക്കെ എന്ത് മനുഷ്യന്മാരാ, സഹജീവികളെ സ്നേഹിക്കണ്ടേ? രേണുസുതിക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പ്രഹസനങ്ങൾ അവസാനിപ്പിക്കുക. നാളെ നിങ്ങളുടെ വളർന്നു വരുന്ന ആ മകൻ തന്നെ കാർക്കിച്ച് നിങ്ങളുടെ മുഖത്ത് തുപ്പാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഈ നാട്ടിൽ ജീവിക്കാൻ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. ആ മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. 24 നിങ്ങൾക്ക് ജോലി തരാ എന്ന് പറഞ്ഞു, നിങ്ങളത് തള്ളിക്കളഞ്ഞു.
അങ്ങനെ പലയിടങ്ങളിൽ നിന്നും ജോലി വാഗ്ദാനങ്ങൾ കിട്ടിയിട്ട് നിങ്ങളത് തള്ളി 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 കളഞ്ഞ് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കാതെ ഈ വളിഞ്ഞ വീഡിയോസ് ഇടാതെ മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങൾ ആരും വെറുക്കൂല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ബിഗ് ബോസിനകത്ത് പോയ സമയത്ത് നിങ്ങൾ എത്ര ആളുകൾ സപ്പോർട്ട് ചെയ്തു, നിങ്ങളെ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ എത്ര ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞാനടക്കം നിങ്ങൾ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്ത ആളാണ്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ വീണ്ടും പഴയ പരിപാടി തുടങ്ങിയപ്പോൾ നമുക്ക് താല്പര്യമില്ലാതായി എന്നുള്ളതാണ്. ക്യാൻസർ എന്നല്ല, ഒരു അസുഖവും ഒരു മനുഷ്യനും വരാതിരിക്കാൻ വേണ്ടി തന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് രേണുവിന്റെ കളിയാണോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും കളിച്ച കളിയാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.